രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഔട്ട്ലെറ്റിലെ പൂക്കൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വന്നതാണ്. മഴ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വളരെ കുറവാണ്. എങ്കിലും നമ്മുടെ തൻ്റെ മോർണിംഗ് ഗ്ലോറി അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമാണോ മോർണിംഗ് ഗ്ലോറി? നിങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോൾ എന്താ പൂവുണ്ടോ? എന്താണ് അവിടത്തേക്കുള്ള കറണ്ട് സിറ്റുവേഷൻ? ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലെറ്റിൽ എന്തൊക്കെ പൂക്കളുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ മോർണിംഗ് ഗ്ലോറിയാണ് ആദ്യം തന്നെ നമ്മളിങ്ങനെ നോക്കി ചിരിച്ചത്. പൊളിയല്ലേ? അപ്പോൾ താണ്ടേ അടുത്ത നമ്മുടെ പൂവാണ്. എന്താണ്? ഓസ്ട്രേലിയൻ വൈൻ അല്ലെങ്കിൽ ഗോൾഡ് സ്ലണ്ടർ ഷവർ എന്നൊക്കെ പറയുന്ന അടിപൊളി പൂവാണ് കേട്ടോ. ക്രീപ്പർ പ്ലാന്റ് ആണ്, അതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ നമ്മുടെ മഞ്ഞ മന്ദാരം. എടാ, മഞ്ഞ മന്ദാരത്തിന്റെ വിത്ത് വന്നിട്ടുണ്ട്, ഒന്ന് എടുത്തേ. നോണ്ടേ 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 ദാണ്ടേ 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 കണ്ടോ? മഞ്ഞ മന്ദാരത്തിന്റെ വിത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കവർ അയച്ചു കഴിഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കവർ അയക്കുമ്പോൾ കവറിന്റെ പത്ത് അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച കവർ അയക്കണേ. കവർ അയക്കുമ്പോൾ കവറിനകത്ത് മഞ്ഞ മന്ദാരം സീഡ്സ് എന്ന് എഴുതി വേണം അയക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരുപാട് സീഡ്സിന് വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നീ തന്നെ വെച്ചു, കവർ വരുമ്പോൾ അയച്ചു കൊടുക്കാം. ഇനി കുറേ വിത്തൊക്കെ വേണ്ടേ പാകമാകാനായി വരുന്നുണ്ട് കണ്ടോ. ഇതെന്റെ ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് കേട്ടോ. കാണാമോ? ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടാണ്. എന്താണെന്നറിയാവോ? ഇത് നമ്മുടെ ബേർഡ്സ് ചെറിയാണ്. നിറച്ച് പിടിച്ച് നിൽപ്പുണ്ട് കണ്ടോ. ഞാൻ എന്നും ഇവിടെ വന്ന് ഇത് പറിച്ച് കഴിക്കും കണ്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കാൻ. ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുമ്പോൾ ആരും ഇരിക്കാനും പറ്റും കണ്ടോ. നിറച്ച് കായ്കളുണ്ട്. പഴുത്തേക്ക് നമ്മൾ പറിച്ച് കഴിച്ചു കഴിഞ്ഞു. കിളികളും ഒക്കെ കഴിച്ച് തീർത്തു. ഇപ്പം എല്ലാം പച്ചയാണ്. എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം കഴിയുമ്പോൾ പഴുക്കും. എനിക്കിഷ്ടമാണോ ഇത്? ഇഷ്ടം. കഴിച്ചോ. എടാ, ഇങ്ങ് വന്നാണ്. ഇത് എന്തോ പോവാ പൂത്തേക്കുന്നേ. ഇതാണ് നമ്മുടെ മഡഗാസ്കർ റബ്ബർ വൈൻ. ഈ പൂവിൻ്റെ പേരാണ് മഡഗാസ്കർ റബ്ബർ വൈൻ എന്ന്. നല്ല അടിപൊളി പൂവാണ് കണ്ടോ. നമുക്ക് കുറ്റിച്ചെടിയായിട്ടും ഒരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്ലാന്റ് ആണ് കേട്ടോ. ഇതെന്തോടാ, ഇത് തിന്നാൻ പറ്റുന്നതാണോ? അയ്യോ, ഇത് തിന്നാനൊന്നും പറ്റത്തില്ല. ഇത് ഇതിൻ്റെ വിത്താണ് കേട്ടോ. ഇത് കാണാമോ? ഇത് ഇതിൻ്റെ വിത്താണ്. ഇതിൽ അപ്പൂപ്പന്താടി ഉണ്ട്. അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോൾ അപ്പൂപ്പന്താടി പോലെ ഇത് പറന്ന് പോവും. വിത്ത് എടുത്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുളച്ച് കിട്ടുകയും ചെയ്യും. അടിപൊളിയാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ കാൻഡിൽ വൈൻ. അതെ, രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്ന കാൻഡിൽ വൈനാണ്. അപാര സുഗന്ധമാണ്. നിറച്ച് മുട്ട വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പോകുമ്പം നമ്മളിത് ഒന്നുകൂടെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്കൊന്ന് 2-3 ദിവസത്തിനുള്ളിൽ ഇത് ഫുള്ള് പൂവാവും, സ്റ്റൈലൻ പൂക്കളാവും. അപ്പം ഞാൻ ഒന്നുകൂടെ വരാം കേട്ടോ. എടാ, ചന്തം പറയുന്നു ഇത് വീട്ടിൽ കൊണ്ട് വെച്ചാൽ എന്റെ ഇരുമ്പെല്ലാം സ്വർണ്ണാവോന്ന്. ആണോടാ? ഇരുമ്പെല്ലാം സ്വർണ്ണാവും. ഇതെന്താണെന്നറിയാവോ? അയ്യോ, എന്റെ കൈ മുഴുവൻ ഉറുമ്പായി. ഇതാണ് നീലക്കൊടുവേലി. ഇരുമ്പിനെ സ്വർണ്ണാക്കാൻ കഴിവുള്ള, നമ്മുടെ രോഗങ്ങളെല്ലാം ശമിപ്പിക്കാൻ കഴിവുള്ള അങ്ങ് നീലഗിരി കുന്നുകൾക്ക് മേലെ നിന്ന് വരുന്ന നീലക്കൊടുവേലി എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ആട് സിനിമയിലെ ഡൂഡ് തേടി നടന്നൊരു സാധനമില്ലേ, അതാണ് ഈ സാധനം. അപ്പോൾ ഇത് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമൊക്കെ നിറഞ്ഞു വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതേണ്ടേ ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് വിൽക്കാനുണ്ട് കേട്ടോ. അപ്പം ചന്തം പറഞ്ഞതുപോലെ നീ ഇത് കൊണ്ട് വീട്ടിലൊന്നും വെക്കണ്ട. ഇതൊക്കെ ഒരു മിത്താണ്. ഇതൊക്കെ കുറഞ്ഞോ? മഴയല്ലേ, മഴ സമയത്ത് ഒരുപാട് പൂക്കൾ കുറഞ്ഞു പോകും. അപ്പം മഴയായ ഒരുപാട് പൊഴിഞ്ഞു കിടക്കണമല്ലോ. എന്തോരം പൂക്കളാണ് പൊഴിഞ്ഞു കിടക്കണേ. മഴ സമയത്ത് അങ്ങനെ തന്നെയാണ്, പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. നീ അതൊന്ന് പറിച്ച് കഴിച്ചു നോക്കിയേ. അതൊന്ന് പറിച്ച് കഴിച്ചു നോക്കിയേ. സാധാരണ പുളിപ്പല്ലേ? ഇതിന് പുളിപ്പാണോ മധുരാണോ നമുക്കിപ്പോൾ നോക്കാം. ഇത് ശരിക്കും മധുരമാണ്, ഇത് പുളിപ്പല്ല. ഒന്ന് കഴിച്ചു നോക്ക്. മധുരാണോ പുളിപ്പാണോ? പുളിപ്പില്ലല്ലോ. സാധാരണ നമ്മുടെ ക്യാരം പോലെയൊക്കെ ഭയങ്കര പുളിപ്പല്ലേ, പക്ഷെ ഇത് പുളിപ്പുള്ള അല്ല കേട്ടോ. നമ്മൾ പച്ചയ്ക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. കണ്ടോ, വേണ്ടേ, പച്ചയ്ക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. ചന്ദൻ ഈ ഇതൊന്ന് പിടിച്ച് ഇത് പറിക്കും. ഇത് ഓക്കെ. എന്നാ ഇവിടെ കുറച്ച് മാനേഴ്സ് ഇട്ട് കഴിക്കാണ്. ഉറുമ്പൊടിച്ചു.
കേട്ടോ ഷംന. ഇത് നമ്മുടെ ഒരു ബ്യൂട്ടി സ്പോട്ട് ആക്കി, ഒരു ഫോട്ടോഗ്രാഫി സ്പോട്ടാക്കി എടുക്കണമെന്ന് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തൊരു സ്ഥലമാണ്. പക്ഷെ തേഞ്ഞു പോയി. എന്താണെന്നറിയോ, ഇവിടെ ഒരു തമ്പത്തിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും മുളച്ച് കിട്ടിയില്ല. മുളച്ച് കിട്ടി, പക്ഷെ ഇടയ്ക്ക് നമുക്ക് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഒക്കെ വന്ന സമയത്ത് അത് മൊത്തത്തിൽ പോയി. ഇനി ഒന്നേന്ന് ഇവിടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നല്ല സ്ഥലമാണ് കേട്ടോ ഇത്, ഫോട്ടോയ്ക്കൊക്കെ. കണ്ടില്ലേ, കണ്ടാ, നല്ല സൂപ്പർ സ്ഥലമാണ്. ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മഴയത്ത് തിരുവാതിര കളിക്കാണെന്ന് വിചാരിക്കരുത്, ഭയങ്കര പൊടും. മഴ തീരുമ്പോൾ പോവായിരിക്കും. എന്തായാലും അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് സൂപ്പറായിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് സൂപ്പറാക്കി കാണിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റ് ആണ്, നടക്കുമെന്ന് നമുക്ക് നോക്കാം. അയ്യോ, ഓക്കെ. ഒരേ ഒരു ചെടി മാത്രമേ ഉള്ളൂ, അതായത് കണ്ടില്ലേ, നമ്മുടെ കോപ്സിയാണ്, അല്ലെങ്കിൽ ചിത്തിരപ്പാല എന്നൊക്കെ പറയും. എല്ലാ ദിവസവും വർഷത്തിൽ 365 ദിവസവും പൂക്കളാണ്. വലിയ കയറിങ് ഒന്നും കൊടുക്കേണ്ടാതെ ഇങ്ങനെ തന്നെ പൂത്ത് നിൽക്കും. നല്ല സ്റ്റൈലായിട്ട് ഇപ്പോഴും ഇത്രയും മഴയ്ക്കിടയിലും അടിപൊളിയായിട്ട് പൂത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സ്പോട്ടായിരിക്കും അല്ലേ. ഇതാണ് നമ്മുടെ 10 മണിത്തോട്ടം. കുറച്ച് നാളായിട്ടേ ഉള്ളൂ കേട്ടോ, ഒരു 15-20 ദിവസം ആയിട്ടേ ഉള്ളൂ. വെറൈറ്റി 10 മണികളാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ വിൽപ്പനയ്ക്കായിട്ടില്ല, വിൽപ്പനയ്ക്കാവാൻ ഇനി ഒരു 10 ദിവസം കൂടെ കഴിയും. അടിപൊളി വെറൈറ്റീസ് ആണ്. ജംബോ വെറൈറ്റീസ് ഉണ്ട്, പോർട്ടിക്കുലർ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ മറ്റുള്ളിടത്ത് കിട്ടാത്ത വെറൈറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളർന്ന് പൂത്തൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ അടിപൊളി വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പൂക്കൾ ഏതൊക്കെയാണെന്നുള്ള കിഡിലെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ രാജമല്ലിയൊക്കെ ഇങ്ങനെ മഴയത്ത് കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താ പറയുക, പൂക്കളൊക്കെ ഇങ്ങനെ എന്താ പറയുക, തൂങ്ങി പോയിരിക്കുക. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ക്ഷീണത്തിൽ നിൽക്കുകയാണ്. അതുമാത്രമല്ല നിറച്ച് വിത്തുകളൊക്കെ ഇതിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നിറച്ച് വിത്തുകളുണ്ട്. അപ്പോൾ മഴയൊന്ന് കഴിഞ്ഞിട്ട് വേണം ഈ വിത്തുകളെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. കണ്ടോ, നല്ല കളേഴ്സാണ് കേട്ടോ ഈ രാജമല്ലി. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂക്കളിൽ ഒന്നുകൂടെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ദിവസവും പൂക്കൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ചെറുമരമായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ നമ്മുടെ റോസ് സെക്ഷൻ ഇതാണ്. റോസൊക്കെ ഇതാണ്ടേ മഴയത്തിങ്ങനെ വാടിത്തളർന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു ഉഷാറുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പൂക്കളുടെ എതിളുകളിലൊക്കെ വെള്ളം വീണ് ഒരു ക്ഷീണത്തിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ദേ ഇത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ബോൺസായി മേക്കിംഗ് പ്ലാന്റ് ആണ്. കണ്ടില്ലേ, നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കൾ. ഇത് മഴയത്ത് നല്ല ഉഷാറോടുകൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റോ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, ക്രോട്ടൺസ് ആണ്. 2-3 കളർ ക്രോട്ടൺസ് ഒരുമിച്ച് വെച്ചപ്പോൾ എന്താ വാങ്ങിയെന്ന് നോക്കി. ഇത് മഴയത്ത് പൊള്ളിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ.